നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സ്വപ്നമാണെങ്കിൽ, നമ്മൾ കാണുന്നത് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ, അത് ദൈവത്തിൻ്റെ നീതിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിനും ചേർന്നതാണെങ്കിൽ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞ മുന്നറിയിപ്പും നിങ്ങൾ കേൾക്കാതെ പോകരുത്. ഇത്തരം ചില അട്ടിമറികൾക്ക് ഒരു മറുപുറമുണ്ട്, ഒരു ഫ്ലിപ്പ് സൈഡുണ്ട്. അതെന്താണ്? ഒരു വ്യക്തിയെ തകർക്കാം, ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാം, പക്ഷേ നശിക്കുന്നത് ഒരു വലിയ സമൂഹമായിരിക്കും. സഹോദരന്മാരുടെ കുരുട്ടുബുദ്ധിയുടെ ഫലമായി 430 കൊല്ലം മിസ്രയീമിൽ അടിമകളായി കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ ഒരു പക്ഷേ അതിനെ അതിജീവിച്ചു എന്ന് വരാം. എന്നാൽ നമ്മൾ തകർക്കുന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. അതുകൊണ്ട് ഒന്നും ആശ്രയിക്കാനില്ലാത്തവന്, ഒന്നും പിടിക്കാനില്ലാത്തവന്, ആരും കൂടെയില്ലെന്ന് തോന്നുമ്പോൾ ഒരു വല്ലാത്ത ധൈര്യമാണ് എന്ത്? ദൈവഹിതം എന്ന പിടിവള്ളി. ആര് മറക്കട്ടെ, ആര് ചതിക്കട്ടെ, ആര് കാലുവാരട്ടെ, ഈ ഒരൊറ്റ പിടിവള്ളിയിൽ പിടിച്ച് നിങ്ങൾക്ക് മറുകരയെത്താം. എന്താണ് ആ പിടിവള്ളി? ദൈവത്തിൻ്റെ ഹിതം. അപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടും. ആ സന്ദർഭത്തിൽ സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്നത്. ഈ വർഷത്തെ ഒരു പുതിയ ഗാനം, 44-ാമത്തെ ഗീതം. പ്രാർത്ഥനയോടെ ഒരു മനമായി ചേരുന്നു നാഥ നിൻ്റെ മുൻപിൽ. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ഈ ഗാനത്തിന് രചനയും സംഗീതവും നൽകിയിരിക്കുന്നത് നമ്മുടെ ഭദ്രാസനത്തിലെ പട്ടക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട റവറൻ അനിൽ എബ്രഹാം അച്ഛനാണ്. ഒരു മനമായി
അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പ്രിയപ്പെട്ട സുവിശേഷകർ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം.